പ്രീമിയർ പത്മിനി ഇന്ത്യയിലെ ഒരു ഐതിഹാസിക കാറാണ്. വളരെ കാലമായി ഇന്ത്യൻ വിപണിയിൽ തുടരുന്ന വാഹനത്തിനെ ഏറ്റവും മികച്ച അവസ്ഥയിൽ സൂക്ഷിക്കുന്ന ധാരാളം പ്രീമിയർ പത്മിനി പ്രേമികൾ ഇന്നുമുണ്ട്. അവയിൽ പലതും ആധുനിക സവിശേഷതകളോടെ പരിഷ്കരിച്ചവയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി പരിഷ്കരിച്ച ഒരു പ്രീമിയർ പത്മിനിയെ നമുക്ക് പരിചയപ്പെടാം. സൺ എന്റർപ്രൈസസ് ആണ് വാഹനത്തിന്റെ പരിഷ്കരണം മോഡിഫിക്കേഷൻ നടത്തിയത്. പത്മിനിയെ മറ്റൊരു ആഗോള ഐതിഹാസിക മോഡലായ മിനി കൂപ്പറിന്റെ രൂപഭാവത്തിലാണ് ഒരുക്കിയത്. പ്രീമിയർ പത്മിനി സെഡാൻ മുറിച്ചുമാറ്റി കാറിന്റെ 3 ബോക്സർ ഡിസൈൻ 2 ഡോറുകളായി മാറ്റിയിരിക്കുന്നു. എന്നിരുന്നാലും 4 സീറ്റർ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഇതുകൂടാതെ വാഹനത്തിൽ ധാരാളം മാറ്റങ്ങളും പുതുയുഗ സവിശേഷതകളും നൽകിയിരിക്കുന്നു. ഏകദേശം 8 ലക്ഷം രൂപയോളമാണ് ഈ മോഡിഫിക്കേഷന് ചിലവായത്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസൃത ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനും ചിലവ് കുറയ്ക്കാനും കഴിയും. വാഹനത്തിന്റെ പിൻവശത്ത് നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഒരു ചെറിയ ഹാച്ച് ഡോർ ലഭിക്കും. വൈഡ് ബോഡി ലുക്ക് നൽകുന്നതിന് വീൽ ആർച്ചുകൾ വെളിയിലേക്ക് തള്ളിയിരിക്കുന്നു. പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ കാരണം കുറച്ച് ആഴ്ചകളെടുത്താണ് ഈ പരിഷ്കരണം പൂർത്തിയാക്കിയത്. ബോഡി പാനലുകളെ മിനി കൂപ്പറുമായി കൂടുതൽ സാമ്യമുള്ളതാക്കുന്നതിനായി ധാരാളം പണിപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാറിന്റെ രൂപകൽപ്പന പഴയ തലമുറ മിനി കൂപ്പർ ഹാഷ് ബാഗുകളുമായി കൂടുതൽ അടുപ്പമുള്ളതാണ്. എന്നാൽ ഇത് പത്മിനിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതിനാൽ വലിപ്പം വളരെ വലുതാണ്. ആധുനിക മിനി കാറുകൾ വലുപ്പത്തിൽ വളരെ വലുതായി തീർന്നെങ്കിലും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അവയുടെ വലിപ്പം വളരെ ചെറുതായിരുന്നു. മുൻവശത്ത് ഓഫ് മാർക്കറ്റ് ഹെഡ് ലാമ്പുകളും കറുത്ത നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഗ്രില്ലും കാറിന് ലഭിക്കുന്നു. LED DRLകളുള്ള പ്രൊജക്ടർ ലൈറ്റുകളാണ് ഹെഡ് ലാമ്പ് യൂണിറ്റിൽ വരുന്നത്. ഡ്യുവൽ ടോൺ ഉള്ള ഓഫ് മാർക്കറ്റ് അലോയ് വീലുകളും ഇതിന് ലഭിക്കും. മെഷീൻ കട്ട് അലോയ്കൾ ഈ പരിവർത്തന പ്രക്രിയയിൽ മികച്ചതായി കാണപ്പെടുന്നു. പിൻഭാഗത്തിനും LED ടെയിൽ ലാമ്പുകൾ ലഭിക്കുന്നു. വാഹനത്തിന് മുഴുവൻ സജ്ജീകരണവും തികച്ചും ആധുനികമായി തോന്നുന്നു. ബാഹ്യഭാഗത്തിന് ഒരു തരത്തിലുള്ള ക്രോം ഘടകങ്ങളും ലഭിക്കുന്നില്ല. ഇത് വാഹനത്തിന്റെ സ്പോർട്ടി ലുക്ക് വർദ്ധിപ്പിക്കുന്നു. ഈ മോഡിഫിക്കേഷനിലൂടെ ക്യാബിനിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കറുപ്പും ചുവപ്പും തീം ഉൾക്കൊള്ളുന്ന പുതിയ സീറ്റ് കവറുകൾ ഇതിന് ലഭിക്കും. പുതിയ ഡയലുകൾ ഉപയോഗിച്ച് ഡാഷ്ബോർഡ് അപ്ഡേറ്റ് ചെയ്തു. കൂടാതെ ഒരു പുതിയ സ്റ്റിയറിംഗ് വീലും നൽകിയിരിക്കുന്നു. ഡയമണ്ട് സ്റ്റിച്ചിങ്ങിൽ ക്യാബിന് മൊത്തത്തിൽ ഒരു ലെതർ കവറിംഗ് ലഭിക്കും. ഇത് ക്യാബിന് ഒരു വളരെ പ്രീമിയം അനുഭവം നൽകുന്നു. ഡോർ പാനലുകൾ പോലും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. അവയെല്ലാം ഇപ്പോൾ കറുത്ത നിറത്തിലാണ്. പിൻ വിൻഡോകൾ തുറക്കാൻ കഴിയില്ല.